അമൃത് വേണി ലൈഫ് ക്വിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ നീതു കൃഷ്ണ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 21 ചൊവ്വാഴ്ച. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാനിൽ ഇറാനുമായുള്ള സമാധാന ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ചർച്ച നാളത്തേക്ക് മാറ്റാനും ചർച്ചയിൽ നേരിട്ടോ വെർച്വലായോ പങ്കെടുക്കാനുമാണ് ട്രംപിന്റെ പരിപാടി. എന്നാൽ ചർച്ചയ്ക്ക് ഇറാൻ എത്തുന്ന കാര്യത്തിൽ തീരുമാനമായില്ല. വോട്ടെണ്ണൽ കഴിയുന്നതുവരെ വോട്ട് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന കേന്ദ്രങ്ങളിലെ മുറികൾ തുറക്കരുതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. പേരാമ്പ്ര മണ്ഡലത്തിലെ സ്ട്രോങ് റൂമുമായി ബന്ധപ്പെട്ട ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. ഏത് സാഹചര്യത്തിലാണ് മുറികൾ തുറക്കാൻ തീരുമാനിച്ചത് എന്നതിൽ വിശദീകരണം തേടി. 140 മണ്ഡലങ്ങളുടെയും ചുമതലയുള്ള ജില്ലാ കളക്ടർമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവാദമായതോടെ പാലക്കാട് വിക്ടോറിയ കോളേജിലെ മെറ്റീരിയൽ സ്ട്രോങ് റൂം തുറക്കാനുള്ള ജില്ലാ കളക്ടറുടെ തീരുമാനം മാറ്റിവെച്ചു. വോട്ട് യന്ത്രങ്ങളുള്ള സ്ട്രോങ് റൂം തുറക്കാൻ ഉദ്ദേശിച്ചില്ലെന്നും ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി വിശദീകരിച്ചു. നെന്മാറ നിയോജക മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് രേഖകൾ അടങ്ങിയ മെറ്റീരിയൽ സ്ട്രോങ് റൂമിൽ മറന്നുവെച്ച പ്രിസൈഡിംഗ് ഓഫീസറുടെ ഡയറി വീണ്ടെടുക്കാനാണ് തുറക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ കോഴിക്കോട് സ്ട്രോങ് റൂം തുറന്നത് വിവാദമായിരുന്നു. ശബരിമലയിൽ നിന്ന് 2025 സ്വർണ്ണപ്പാളി കൊണ്ടുപോയതിലും SIT അന്വേഷണം. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തു. ദേവസ്വം ബോർഡ് അംഗമായിരുന്ന അജികുമാറിനെയും ചോദ്യം ചെയ്തു. ഹൈക്കോടതി അനുമതിയില്ലാതെയാണ് പാളികൾ പോറ്റിക്ക് നൽകിയതെന്ന് SIT കണ്ടെത്തിയിരുന്നു. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കേസിൽ അന്ധവിശ്വാസികൾക്ക് ആചാരങ്ങളിൽ ഇടപെടാൻ അവകാശമില്ലെന്ന് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിൽ ജസ്റ്റിസ് BV നാഗരത്ന. യഥാർത്ഥ വിശ്വാസികൾ മതപരമായ ആചാരങ്ങളെ ചോദ്യം ചെയ്യില്ലെന്നും ജസ്റ്റിസ് പറഞ്ഞു. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകന്റെ വാദത്തിനിടെയായിരുന്നു ഈ നിരീക്ഷണം. സംസ്ഥാനത്ത് മണ്ണു നീക്കം ചെയ്യാനുള്ള അനുമതിയുടെ മറവിൽ 4.5 ലക്ഷത്തോളം രൂപ കൈക്കൂലി വാങ്ങിയ 14 ഉദ്യോഗസ്ഥരെ വിജിലൻസ് പിടികൂടി. 72 സർക്കാർ ഓഫീസുകളിലും മണ്ണ് നീക്കം ചെയ്യാൻ അനുമതി നൽകിയ 360 സ്ഥലങ്ങളിലും നടത്തിയ പരിശോധനയിലാണ് നടപടി. ഇവർ UPI മുഖേനയാണ് 4.69 ലക്ഷം രൂപ കൈപ്പറ്റിയത്. എല്ലാറ്റിനും പ്രതിഷേധിക്കുന്നത് ഭാരത സംസ്കാരമല്ലെന്നും സിന്ദാബാദ് മൂർദാബാദ് വിളികൾ അല്ല ചർച്ചകളാണ് വേണ്ടതെന്നും ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. കാലടി സർവകലാശാലയിലെ ശങ്കര ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗവർണർക്കെതിരെ SFI പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചിരുന്നു. കാലടി സർവകലാശാല ശങ്കര ജയന്തി ആഘോഷ പരിപാടിയിൽ സഹകരിക്കാത്ത വിദ്യാർത്ഥികൾക്ക് വാചാ പരീക്ഷയിലും ഇന്റേണൽ മൂല്യനിർണ്ണയത്തിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അധ്യാപകരുടെ ഭീഷണി. ഗവേഷകർ ഉൾപ്പെടുന്ന വിദ്യാർത്ഥികളോടാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു HOD ശബ്ദ സന്ദേശം അയച്ചത്. വകുപ്പിൽ നടക്കുന്ന യാത്രയയപ്പ് പരിപാടിയിലും ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിലും പങ്കെടുത്തില്ലെങ്കിൽ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുമെന്നാണ് മുന്നറിയിപ്പ്. മരിച്ച നിതിൻ രാജിന്റെ കുടുംബം കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെത്തി. നിതിന്റെ അച്ഛനും സഹോദരി ഭർത്താവുമാണ് കോളേജിൽ എത്തിയത്. നിതിൻ താമസിച്ച ഹോസ്റ്റൽ മുറിയും അപകട സ്ഥലവും സന്ദർശിച്ച അവർ കോളേജ് പ്രിൻസിപ്പലിനെ കാണാതെ മടങ്ങി. മകനെ കൊന്നവരെ കാണേണ്ട എന്നായിരുന്നു നിതിന്റെ അച്ഛന്റെ പ്രതികരണം. നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് 28-ന് സംസ്ഥാന ഹർത്താൽ നടത്തുമെന്ന് സമരസമിതി. 52 ദളിത് സംഘടനകളും സമാന ചിന്താഗതിയുള്ള രാഷ്ട്രീയ പാർട്ടികളും ചേർന്നാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചത്.
മുൻ DGPയും BJP നേതാവുമായ ജേക്കബ് തോമസിനെതിരായ ഡ്രഡ്ജർ അഴിമതി കേസിൽ തെറ്റായ വിവരം അറിയിച്ചതിന് കേന്ദ്ര സർക്കാരിനിട്ട 25,000 രൂപ പിഴശിക്ഷ സുപ്രീം കോടതി പിൻവലിച്ചു. സോളിസിറ്റർ ജനറൽ SV രാജുവിന്റെ അപേക്ഷ പരിഗണിച്ചാണ് പിൻവലിച്ചത്. ഇതേസമയം നെതർലാൻഡ്സിൽ നിന്ന് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചു. ഗുരുവായൂർ മണ്ഡലത്തിലെ സ്ട്രോങ് റൂമിനു മുന്നിലെ CCTV ഇന്നലെ വൈകുന്നേരം 4:30 മുതൽ 5:30 വരെ പ്രവർത്തിച്ചില്ലെന്ന് UDF. വോട്ട് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ശ്രീകൃഷ്ണ കോളേജിലെ CCTV ക്യാമറകളാണ് പണിമുടക്കിയത്. ദുരൂഹത ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. കോട്ടയം വൈക്കത്ത് കർഷകൻ ചെല്ലപ്പൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് DGPക്ക് പരാതി നൽകി CPI. സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പരാതിയിൽ ആവശ്യപ്പെടുന്നു. ആഡംബര വാഹനങ്ങൾ മാത്രമല്ല, ഭൂട്ടാനിൽ നിന്ന് 1000 കോടി രൂപയിലധികം വില വരുന്ന വ്യാജ സിഗരറ്റും രാജ്യത്തേക്ക് കടത്തിയെന്ന് കണ്ടെത്തൽ. കള്ളക്കടത്ത് സംഘങ്ങളുടെ വിവരങ്ങൾ ഇൻഡോ ഭൂട്ടാൻ സംയുക്ത കസ്റ്റംസ് യോഗത്തിൽ പരസ്പരം കൈമാറി. വനിതാ സംവരണ ഭേദഗതി ബില്ല് പാർലമെന്റിൽ പരാജയപ്പെട്ടതിന് പ്രതിപക്ഷത്തെ പഴിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തോട് നടത്തിയ അഭിസംബോധന ചട്ടലംഘനമാണെന്ന പരാതിയിൽ തീരുമാനമെടുക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബംഗാളിലും തമിഴ്നാട്ടിലുമൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാലാണ് കേന്ദ്രം ബിൽ ചർച്ചയാക്കിയത്. കോടതിയെ സമീപിക്കുമെന്ന് ഇടതു നേതാക്കൾ അറിയിച്ചു. വനിതാ സംവരണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കോൺഗ്രസ്. വനിതാ സംവരണം വൈകിപ്പിക്കാനാണ് മോദിയുടെ ശ്രമമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് വിമർശിച്ചു. അതിനുവേണ്ടിയാണ് മണ്ഡല പുനർനിർണയത്തെ വനിതാ സംവരണവുമായി ബന്ധിപ്പിക്കുന്നത്. കത്ത് എക്സിലൂടെ പങ്കുവച്ചാണ് വിമർശനം. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലെ 1ാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിലും പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. ബംഗാളിലെ 152 മണ്ഡലങ്ങളിൽ 23-ന് വോട്ടെടുപ്പ്. SIR നടപടികൾക്ക് ശേഷം 3.22 ലക്ഷം വോട്ടർമാരെ കൂടി പട്ടികയിൽ ഉൾപ്പെടുത്തി. 29-നാണ് ബംഗാളിലെ 2ാം ഘട്ട വോട്ടെടുപ്പ്. ആസാമിലും പുതുച്ചേരിയിലും കേരളത്തിലും ഏപ്രിൽ 9-ന് വോട്ടെടുപ്പ് പൂർത്തിയായിരുന്നു. പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കാനിരിക്കെ തമിഴ്നാട്ടിൽ വോട്ടിന് പണം ആരോപണം വ്യാപകം. രാമനാഥപുരത്ത് വോട്ടർമാർക്ക് പണം നൽകുന്നതിനിടെ 3 AIADMK പ്രവർത്തകർ അറസ്റ്റിലായി. തെങ്കാശിയിൽ വോട്ടിന് പണം നൽകാനുള്ള നീക്കത്തിൽ AIADMK ആലങ്കുളം സ്ഥാനാർത്ഥി KRP പ്രഭാകരനും 50ഓളം പ്രവർത്തകർക്കെതിരെയും കേസെടുത്തു. തമിഴ്നാട്ടിലെ പേരാമ്പല്ലൂരിൽ വൻ പണവേട്ട. തെരഞ്ഞെടുപ്പ് ഫ്ലൈയിംഗ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ 2.44 കോടി രൂപ പിടിച്ചെടുത്തു. കാറിന്റെ ഡിക്കിയിൽ 5 കാർട്ടൺ പെട്ടികളിലായി 500 രൂപയുടെ കെട്ടുകൾ കണ്ടെത്തി. DMK ജില്ലാ കർഷക വിഭാഗം ഡെപ്യൂട്ടി ഓർഗനൈസറായ കീലാപുലിയൂർ സ്വദേശി ജയരാമൻ, രാജേഷ് കൃഷ്ണൻ എന്നിവരാണ് പിടിയിലായത്. തമിഴക വെട്രി കഴകം അധ്യക്ഷൻ വിജയ്ക്കെതിരെ കടുത്ത രാഷ്ട്രീയ നീക്കവുമായി DMK. കരൂരിൽ വിജയുടെ റാലിക്കിടെ ഉണ്ടായ ദുരന്തത്തിന് ശേഷം ഇരകളെ സന്ദർശിക്കുകയോ മാധ്യമങ്ങളെ കാണുകയോ ചെയ്യാതെ വിജയ് വിമാനത്താവളത്തിലേക്ക് പോകുന്ന ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് DMK കടന്നാക്രമണം നടത്തുന്നത്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോക്കിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. അമൃത്വേനി ഡാൻഡ്രോക്വെറ്റ്, ദി അൾട്ടിമേറ്റ് ഡാൻഡ്രഫ് സൊല്യൂഷൻ. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഇരട്ട പൗരത്വമുണ്ടെന്നാരോപിച്ചുള്ള ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് അലഹാബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സുഭാഷ് വിദ്യാർത്ഥി പിന്മാറി. ഹർജിക്കാരനായ BJP നേതാവ് വിഘ്നേഷ് ശിശിർ രാഷ്ട്രീയ നേട്ടത്തിനായി കോടതിയെ ദുരുപയോഗിക്കുന്നുവെന്ന് കുറ്റപ്പെടുത്തിയാണ് ജസ്റ്റിസ് പിന്മാറിയത്. മണിപ്പൂരിൽ വീണ്ടും ശക്തമായ ഭൂചലനം. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി പ്രകാരം 5.2 തീവ്രത രേഖപ്പെടുത്തി. കാംജോങ്ങിലാണ് രാവിലെ 5:59 ഭൂചലനം ഉണ്ടായത്. ഉറങ്ങിക്കിടക്കുന്ന പ്രദേശവാസികൾ ഭയന്ന് വീടുകളിൽ നിന്ന് പുറത്തേക്കോടി.
ഗുജറാത്തിലെ ദാഹോദ് ജില്ലയിലും ഉത്തരാഖണ്ഡിലെ തെഹ്രിയിലും നടന്ന വിവാഹ ചടങ്ങുകൾക്കിടയിൽ കൂട്ട ഭക്ഷ്യവിഷബാധയേറ്റ് 400-ലധികം പേർ ആശുപത്രിയിലായി. ദാഹോദിലെ അഭലോഡ് ഗ്രാമത്തിൽ നടന്ന വിവാഹ വിരുന്നിൽ പങ്കെടുത്തവർക്കാണ് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത്. ഇറാനുമായി ഒരു അന്തിമ കരാറിലെത്തുന്നതുവരെ ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം തുടരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുദ്ധം അവസാനിപ്പിക്കാൻ തനിക്ക് യാതൊരു ധൃതിയുമില്ലെന്നും കൂടുതൽ ചർച്ചകൾ വൈകാതെ പാകിസ്ഥാനിൽ നടക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്കൻ സേന പിടിച്ചെടുത്ത ഇറാനിയൻ കപ്പലിൽ മിസൈൽ നിർമ്മാണത്തിനുള്ള രാസവസ്തുക്കളെന്ന് റിപ്പോർട്ട്. ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് പോകവെയാണ് കപ്പൽ പിടിച്ചെടുത്തത്. മുൻ UN അംബാസിഡർ നിക്കി ഹേലിയാണ് ആരോപണം ഉന്നയിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്ത് പാതയായ ഹോർമൂസ് കടലിടുക്കിനെ മാത്രം ആശ്രയിക്കാതെ ബദൽ സൗകര്യങ്ങൾ ഒരുക്കാൻ ഗൾഫ് രാജ്യങ്ങൾ പ്ലാൻ ബി ഒരുക്കുന്നു. മേഖലയിലെ സുരക്ഷാ ഭീഷണികളും ഗതാഗത തടസ്സങ്ങളും കണക്കിലെടുത്ത് പൈപ്പ് ലൈനുകളും പുതിയ കരമാർഗങ്ങളും വഴി എണ്ണ പുറത്തെത്തിക്കാനാണ് UAEയും സൗദി അറേബ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പദ്ധതി തയ്യാറാക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമായി ജപ്പാൻ. വടക്കുകിഴക്കൻ തീരത്തുണ്ടായ 7.7 തീവ്രതയുള്ള ഭൂകമ്പത്തിന് പിന്നാലെയാണ് തുടർചലന മുന്നറിയിപ്പ് നൽകിയത്. 3 മീറ്റർ ഉയരത്തിൽ സുനാമി തിരമാലകൾ ഉണ്ടായേക്കാമെന്നും മുന്നറിയിപ്പുണ്ട്. അമേരിക്കൻ ടെക് ഭീമനായ ആപ്പിളിനെ നീണ്ട 15 വർഷക്കാലം നയിച്ച ശേഷം ടീം കുക്ക് CEO സ്ഥാനം ഒഴിയുന്നു. CEO സ്ഥാനം മാറുമ്പോഴും ടീം കുക്ക് ആപ്പിളിൽ എക്സിക്യൂട്ടീവ് ചെയർമാൻ സ്ഥാനത്ത് തുടരും. ജോൺ ടെർനസ് ആകും സെപ്റ്റംബർ 1 മുതൽ ആപ്പിളിന്റെ പുതിയ CEO. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ഹൈദരാബാദിൽ വൈകിട്ട് 7:30-ക്കാണ് കളി തുടങ്ങുക. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് നീതു കൃഷ്ണ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.